കൂട്ടുകാരെ ഇത് കണ്ടോ, ചക്കയുള്ള സമയത്ത് ഫ്രീസറിൽ ചക്കപ്പഴം സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. അത് ഞാനെടുത്ത് ചക്ക വഴട്ടി വെച്ചിരിക്കുന്ന ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. ഇത് ചക്ക എനിക്ക് പഴുത്തൊരു ചക്ക എൻ്റെ കൺമുമ്പിൽ തന്നെ വീണതാണ്. അതിനെ ഞാൻ അടത്തി എല്ലാം വൃത്തിയാക്കി വെച്ചു. ഇതിപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് ഞാൻ അരിഞ്ഞു വെച്ചു. എന്നിട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം മിക്സിയിൽ അടിച്ച ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ അടിച്ചിട്ട് ഞാൻ ശർക്കരയെല്ലാം ചേർത്ത് എല്ലാം ചേർക്കേണ്ട രീതിയിൽ തന്നെ ചേർത്തു. കാര്യം നമുക്കിപ്പോൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നീട് എനിക്ക് പിന്നീടത്തേക്കാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. ഒരുപാട് ഞാൻ ചക്ക അലുവയായിട്ട് ആക്കുന്നില്ല. വെള്ളം ഒന്ന് പറ്റിച്ച് കുറച്ചുകൂടെ ഒന്ന് കുറുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ തന്നെയാണ് ഫോട്ടോ എടുക്കുന്നതൊക്കെ, അതുകൊണ്ടാണ് ഇളക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് പോലെ തോന്നുന്നത്. പക്ഷേ നല്ല രീതിയിൽ ഞാൻ വെള്ളം ഒക്കെ വറ്റിച്ച് എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്ത് ചേർത്തു. ഏലക്കായ, നെയ്യൊക്കെ നല്ല രീതിയിൽ ചേർത്തതിൻ്റെ കാരണം ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ട ബ്രെഡിൻ്റെ കൂടെയൊക്കെ കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. നല്ല രീതിയിൽ നമ്മളെല്ലാം ചേർക്കുന്നത് കൊണ്ട് ഇപ്പം തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ നമുക്ക് ചക്ക പായസം ഉണ്ടാക്കാം, ചക്ക അടയുണ്ടാക്കാം. അങ്ങനെ നമുക്ക് എന്തോ സാധനം വേണമെങ്കിലും നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാം. അങ്ങനെ ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്ന് ഇതെല്ലാം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കും. ഇത് ഞാൻ പഞ്ചസാരയും കൂടെ കൂട്ടി അടിച്ചത് കൊണ്ടാണ് അത്രയും കൂടുതലായിട്ട് തോന്നുന്നത്. ആവശ്യത്തിനാണ് എല്ലാം ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കി വെച്ചത്. ഇങ്ങനെ വെച്ചിരുന്നാൽ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഒക്കെയുള്ള സമയത്ത് നമുക്കിങ്ങനെയൊക്കെ ചെയ്യാം.